കേരള സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ നമ്മുടെ ഗവർണറോട് സർവകലാശാല രജിസ്ട്രാർ അനാദരവ് കാണിച്ചു, തെറ്റായ കീഴ്വഴക്കങ്ങൾ പിന്തുടർന്നു എന്നൊക്കെയാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമേൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടി വരുമോ? ഗവർണർ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഈ നടപടി വരുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം VC സ്ഥാനത്തോട് അനാദരവ് കാണിച്ചു എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ട് ഇടപെട്ടു അദ്ദേഹത്തിൻ്റെ ചാൻസലർ സ്ഥാനത്തോട് എന്നു മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്തെ പോലെ പെരുമാറി. ഞാനിത് പറയുന്നത് നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് സുപ്രീം കോടതി ജഡ്ജിയെയും ചീഫ് ജസ്റ്റിസിനെയും ഒക്കെ നിയമിക്കുന്നത് സീനിയോറിറ്റി മറികടന്നുകൊണ്ടായിരുന്നു. അന്ന് ക്യാബിനറ്റ് യോഗത്തിൻ്റെ അനുമതിയില്ലാതാണ് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിൽ അന്നത്തെ രാഷ്ട്രപതി ഒപ്പിട്ടത്. നമുക്കറിയാവുന്നതാണ്. പിറ്റേ ദിവസമാണ് ക്യാബിനറ്റ് കൂടി അത് അംഗീകരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒന്നായിരുന്നു അടിയന്തരാവസ്ഥയെന്ന് നമുക്കറിയാം. ഭരണഘടന ബാഹ്യശക്തിയായിട്ടുള്ള സഞ്ജയ് ഗാന്ധിയായിരുന്നു ഭരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സോണിയാഗാന്ധി ചുക്കാൻ പിടിച്ചതുപോലെ അതും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് C അച്യുതമേനോനായിരുന്നുവെങ്കിലും ഭരണത്തിൻ്റെ മുഴുവൻ കേന്ദ്രീകരണവും ഇന്ദിരാഗാന്ധിയുടെ പ്രിയ വത്സലനായ K കരുണാകരനിൽ കൂടിയായിരുന്നു നടന്നിരുന്നത്. അച്യുതമേനോൻ വെറും ഒരു മുനി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് വൈലോപ്പള്ളി പറഞ്ഞത് മിണ്ടുക മഹാമുനി എന്ന്. അദ്ദേഹത്തിനൊന്നും അറിയില്ല. രാജൻ കേസിലെ സംഭവങ്ങളെപ്പോലും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. നിസ്സഹായനായിട്ടുള്ള ഒരു മാപ്പുസാക്ഷി മാത്രമായിരുന്നു അദ്ദേഹം. നമുക്കറിയാവുന്നതാണത്. അതുപോലെ ജയറാം മുഖ്യമന്ത്രി എന്ന് K കരുണാകരനായിരുന്നു. ഭരണഘടന സത്യപ്രതിജ്ഞാ ബാഹ്യമായി തന്നെ. അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ജയറാം പടിക്കലായിരുന്നു. അതുപോലൊരു അധികാരത്തിൻ്റെ അട്ടിമറിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും നമ്മുടെ അഭിമാനമായിട്ടുള്ള സർവകലാശാലയാണ്. CP ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീനെ ഏതു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കൊണ്ടുവരാൻ ആഗ്രഹിച്ചോ ആ സർവകലാശാലയുടെ തലപ്പത്ത് നടന്നത്. നോക്കൂ, ഇവിടെ അടിയന്തരാവസ്ഥ, ഈ അടിയന്തരാവസ്ഥയോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങിന് വേണ്ടി സ്വകാര്യ ചടങ്ങ് സ്വകാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്. സംഘടന എന്ന് പറഞ്ഞാൽ ഒരു സന്നദ്ധ സംഘടന പോലുള്ള, അവർ ഈ ഹാൾ വാടകയ്ക്ക് എടുത്ത്, അതെ, രാഷ്ട്രീയ സംഘടനയല്ല, അത്തരം ഒരു സംഘടന സെനറ്റ് ഹാൾ ബുക്ക് ചെയ്ത് അതിൻ്റെ പണവും അടച്ചിട്ട് അതിന് ഔദ്യോഗികമായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം ഗവർണർ എന്ന് പറയുന്ന ഈ സർവകലാശാലയുടെ ചാൻസലർ, ഈ സർവകലാശാല മാത്രമല്ല കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായിട്ടുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണറെ ക്ഷണിച്ചു. ആ ഗവർണറോട് ഈ VC പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. നടക്കുന്ന ദിവസം ഈ രജിസ്ട്രാറായിട്ടുള്ള KC അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ഇന്ന് ചടങ്ങില്ല, നിങ്ങൾ പൊയ്ക്കോ, വരണ്ടെന്ന്. ഗവർണർ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം പറഞ്ഞു, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു, ഞാൻ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, എനിക്കിനി വരാതിരിക്കാൻ പറ്റില്ല, അവിടെ വന്നേ പറ്റൂ. എന്തിനാണ് യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും പണം? യൂണിവേഴ്സിറ്റി ഇപ്പോൾ സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരികെയാണ്. അങ്ങനൊരു സർവകലാശാലയ്ക്ക് ഈ കിട്ടുന്ന പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ രജിസ്ട്രാർ KS അനിൽകുമാർ ശ്രമിച്ചത്. അവിടെയാണ് ഈ സർവകലാശാല അക്കാഡമിക് തലങ്ങളിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി വെച്ചതിൻ്റെ അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നത്. ഈ ചടങ്ങ് ഗവർണർക്ക് വേണ്ടിയിട്ട് ഒരു ചിത്രം അവിടെ വെച്ചിരുന്നു. മറ്റാരുടെയല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയുടേതല്ല, ഭാര്യയുടേതല്ല, മകളുടേതല്ല, ഇന്ത്യയുടെ അമ്മ എന്നുള്ള സങ്കല്പത്തിൻ്റെ പ്രതീകമായിട്ട് ഭാരതമാതാവിൻ്റെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ബന്ധു അഭിനീന്ദ്ര ടാഗോർ വരച്ച ഒരു ചിത്രം. ആ ചിത്രത്തോടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളിൽ നിന്നും അവരുടെ
ഗൂഢകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് മാതാവിനെ ഭാരതത്തിൽ അവർ വെച്ച് പിടിപ്പിക്കില്ല. പിന്നെ എവിടെയാണ്? നമ്മൾ പാകിസ്ഥാനിൽ കൊണ്ടുവയ്ക്കുമോ ഭാരതാംബയുടെ പടം? ബംഗ്ലാദേശിൽ കൊണ്ടുവയ്ക്കുമോ? സോഷ്യലിസ്റ്റ് പിതൃഭൂമിയായിട്ടുള്ള റഷ്യയിൽ അല്ലെങ്കിൽ ക്യൂബയിൽ വെക്കാൻ പറ്റുമോ? ഭാരതമെന്ന് പറയുന്ന ഇതിൻ്റെ സാംസ്കാരികമായിട്ടൊരു ബിന്ദു, ഒരു ചിത്രം ഇന്ത്യയിൽ വെക്കാൻ സമ്മതിക്കുകയില്ല DYFയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഗുണ്ടകൾ. ഇത് സെനറ്റാണ്, ഇത് പാർട്ടി AKG സെൻറ്ററല്ല. അവിടെ DYFI വാടകയ്ക്കെടുത്ത ഹാളാണ്. പണം കൊടുത്തിട്ട് രസീത് വാങ്ങിച്ച് വാടകയ്ക്കെടുത്ത ഹാളിൽ വൈസ് ചാൻസലർ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഉഡായിപ്പ് കാണിക്കുകയാണ് അവരുടെ കുട്ടിക്കുരങ്ങന്മാരായിട്ടുള്ള SFIക്കാരും DYFIക്കാരും. നമ്മൾ വലിയ മഹത്തായ സമരങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടും കഴിമരത്തിലേറിയും നേടിയ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ബാക്കിയായിട്ടുള്ള അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന 140 ജനങ്ങളുടെ പ്രതീകം ഭാരതാംബ. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിയന്മാർ അന്ന് പോലീസുകാരുടെ അടിയേറ്റത്. അതിൻ്റെ പ്രതീകം, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ബിംബം, നമ്മളേവരെയും രോമാഞ്ചം കൊള്ളിക്കേണ്ട ഒന്ന്. അതിൽ മതമില്ല, ജാതിയില്ല, വർഗീയതയില്ല, ഒന്നുമില്ല. അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധത. സർ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 18 കഷ്ണങ്ങളായിട്ട് ഇന്ത്യയെ മുറിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ ഇതല്ലാതെ മറ്റു വല്ലതും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വാസ്തവത്തിൽ മുറിക്കൽ നടന്നില്ലല്ലോ. അവിടെ CPM പരാജയപ്പെട്ടില്ലേ? ബ്രിട്ടീഷുകാരോട് പറഞ്ഞ് 16 മുറിക്കണമെന്ന്. വിജയിച്ചത് ഇന്ത്യ എന്നുള്ള സ്വത്വമല്ലേ? അതെ. അതിൽ പോയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഭാരതാംബ പാകിസ്ഥാനിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ ഇന്ത്യയിലേ പറ്റൂ. ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രദേശമാകെ ചേർന്ന ഇന്ത്യയുടെ രാജാക്കന്മാർ എവിടമൊക്കെ ഭരിച്ചിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർന്ന ഒരു ചിത്രം അത് വെച്ചു എന്നേ ഉള്ളൂ. അതിൽ പൊളിറ്റിക്കൽ മാപ്പേ അല്ല. അവിടെ പ്രശ്നം ഇവരെ ക്ഷുഭിതരാക്കുന്നത്, ചുവപ്പ് കണ്ടാൽ കാളയ്ക്ക് ഭ്രാന്തിളകുമെന്ന് പറയുന്നത് പോലെ കാവി കണ്ടാൽ ഇവർക്ക് ഭ്രാന്തിളകും. കാരണം എന്താ? ആ ഒരു നിറം RSS സ്വീകരിച്ചു. ഭാരതാംബയുടെ ചിത്രം വന്ന് എത്രയോ നാൾ കഴിഞ്ഞാണ് RSS ആ പതാക സ്വീകരിച്ചത്. അപ്പോൾ RSSൻ്റെ പതാക ഭാരതാംബ സ്വീകരിക്കുകയല്ല, ഭാരതാംബയുടെ പതാക RSS സ്വീകരിച്ചു. ഇത് അവർക്കതിന് സ്വാതന്ത്ര്യമില്ലേ? അതെങ്ങനെയാണ് മോശം? അങ്ങനെയാണെങ്കിൽ പച്ച എന്ന് പറയുന്നൊരു ചിത്രം വേണ്ട എന്ന് പറഞ്ഞ RSSകാരും BJPയുടെ പ്രവർത്തകരും അവരുടെ സംഘടനയായിട്ടുള്ള ABVPയും യുവമോർച്ചയും ഒക്കെ സമരരംഗത്ത് ഇറങ്ങിയാലോ? പച്ച ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യം കുട്ടിച്ചോറാവുകയില്ലേ? സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് നടന്ന വർഗീയ കലാപം പോലെയുള്ള കലാപങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ലേ? അപ്പോൾ അതിനുള്ള തിരി തെളിക്കലാണോ ഇത്? വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള തിരി തെളിക്കലാണോ ഇത്? ഇപ്പോൾ പറയുന്നത് ജാനകി എന്നുള്ള ഒരു ചിത്രം, ജാനകി എന്നുള്ളൊരു പേരാകാമെന്ന്. എങ്കിൽ എന്തുകൊണ്ടൊരു കാവ്യ നമുക്ക് ആ ചിത്രത്തിൽ വെച്ചുകൂടാം? അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഭരണഘടനാ ലംഘനം VC അറിയാതെ ഒരൊറ്റ പേപ്പർ പോലും ചാൻസലർക്ക് അപ്പോൾ അയക്കാൻ രജിസ്ട്രാർക്ക് നിയമപ്രകാരം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അല്ല, അതിൻ്റെ നിയമമുണ്ട്, ചട്ടമുണ്ട്, സർക്കാർ ചട്ടങ്ങളുണ്ട്. മറികടന്ന് അയക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു പരാതി ഗവൺമെൻറ് ജീവനക്കാരായിരുന്നപ്പോൾ അയക്കണമെങ്കിൽ ത്രൂ പ്രോപ്പർ ചാനലാണ് അയക്കേണ്ടത്. ഇതറിയാത്ത ആളായിരിക്കത്തല്ലോ KS അനിൽകുമാർ എന്ന് പറയുന്ന ഈ പ്രൊഫസർ. അപ്പോൾ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനും അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഒരു കാരണഭൂതൻ എന്ന് ചാൻസലർക്ക് ഒരു വിലയില്ലാതാക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. KS അനിൽകുമാറും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും, ശിവൻകുട്ടിയല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടി ഒരുക്കിയ ഒരു ഗൂഢാലോചനയാണ്. SFI തങ്ങളുടെ കുട്ടിക്കുരങ്ങന്മാരെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഗവർണർ അന്തസ്സായിട്ട് അവിടെ വന്നു. ഈ വടിവാളുകൾക്കും ബോംബുകൾക്കും ഇടയിലൂടെ വന്നതുപോലെ ഇവരുടെ ബഹളങ്ങൾക്കിടയിൽ കൂടി ഗവർണർ നടന്നു വരികയും അതിൻ്റെ മുമ്പിൽ തന്നെ പുഷ്പാർച്ചന നടത്തുകയും അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുകയും ചെയ്തുകൊണ്ട് ഭാരതാംബയുടെ മാനം അദ്ദേഹം രക്ഷിച്ചു. അല്ലെങ്കിൽ അപമാനിതയാവുന്നത് ഭാരതാംബ എന്ന് പറയുന്ന സ്വത്വമാണ്, ആ വിഗ്രഹമാണ്. അതാണ് അത്. രാജേന്ദ്ര അർലേക്കർ ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, കൗബീനം ഉടുത്ത് നടക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി, അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിൽവാസം അനുഭവിച്ച ആളാണ്. തോന്നിയാസം കാണിച്ചല്ല, അടികൊണ്ടും ഇടികൊണ്ടും ഗാന്ധിയൻ സമര രീതിയിലാണ് RSS ലോക് സംഘർഷ സമിതി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. തിരിച്ചൊന്നും ചെയ്യരുതെന്നായിരുന്നു. ഇത് വല്ലോ ഈ കുട്ടിക്കുരങ്ങന്മാർക്ക് അറിയുമോ? ഇതറിയാതെ കുറച്ച് ചരിത്രബോധമില്ലാത്ത ബുദ്ധിശൂന്യന്മാരുടെ ഒരു തരം
ആഭാസത്തരം എന്നല്ലാതെ ഭാരതാംബയെ നിന്ദിക്കുന്നതിന് മറ്റെന്താണ്? സാർ, അപ്പോൾ ഈ രജിസ്ട്രാർക്കെതിരെ നടപടി വരുമെന്നുള്ള താങ്കളുടെ ചോദ്യം. തീർച്ചയായിട്ടും നിയമപരമായിട്ട് നടപടി വരേണ്ടതാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ഇൻഡിസിപ്ലിൻ, VC കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. എന്താണ് സംഭവിച്ചത്? ഇൻസബോർഡിനേഷൻ എന്നുള്ള കുറ്റം അതില് വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഇൻസബോർഡിനേഷൻ കാണിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വിശദീകരണം ആവശ്യപ്പെടണം, നോട്ടീസ് അയക്കണം. വിശദീകരണത്തിന് ശേഷം അത് തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള നടപടിയാണ് ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ചെയ്യേണ്ടത്, ചട്ടപ്രകാരമാണെങ്കിൽ ചെയ്യേണ്ടത്. സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.